നമസ്കാരം. നൈസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ വ്യക്തിഗത ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കാനുള്ള കർമ്മസമിതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പഴഞ്ഞി, കുന്നംകുളം, കടവലൂർ മേഖലകളിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് വീടുകൾ തകർന്നു. 10 വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 78കാരൻ അറസ്റ്റിൽ. കുന്നംകുളത്തെ ലൈബ്രറികൾ നവീകരിക്കണമെന്ന ആശയവുമായി സുപ്രസിദ്ധ സിനിമാ താരം VK ശ്രീരാമൻ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാട്ടകമ്പൽ മേഖലാ സമ്മേളനം പഴഞ്ഞി പാലക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. കുന്നംകുളത്ത് ശനിയാഴ്ച ആഗ്നേയം എന്ന പേരിൽ കവിതാ ശില്പശാല. വനിതാ മജിസ്ട്രേറ്റിനെ അപമാനിച്ച ബസും ഡ്രൈവറും കസ്റ്റഡിയിൽ. വാർത്തകൾ വിശദമായി. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ വ്യക്തിഗത ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കാനുള്ള കർമ്മസമിതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 2017-2018 വ്യക്തിഗത ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കാനുള്ള കർമ്മസമിതി പ്രവർത്തനങ്ങൾക്ക് കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് തുടക്കമായി. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങൾ, കർമ്മസമിതി അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. ജനകീയാസൂത്രണത്തിന്റെ ഏറ്റവും പ്രധാന ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഉപഭോക്താക്കളെ തെരഞ്ഞെടുക്കലാണ് ജനകീയാസൂത്രണത്തിന്റെ ഏറ്റവും പ്രധാന വശം. ഇതിനാണ് ഇന്ന് തുടക്കം കുറിച്ചത്. ഈ സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കുന്ന കർമ്മസമിതി പ്രവർത്തനത്തിലൂടെയാണ് മുന്നേറുക. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിന് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണെന്ന് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ നൈസ് ടിവിയോട് പറഞ്ഞു. 2017-18 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗമാണ് ഇന്ന് കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിനകത്ത് ആരംഭിച്ചിട്ടുള്ളത്. 13ാം പഞ്ചവത്സര പദ്ധതിയോടനുബന്ധിച്ച് ജനകീയാസൂത്രണത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ച സാഹചര്യത്തിൽ ജനകീയാസൂത്രണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഇന്ന് കർമ്മസമിതി അംഗങ്ങൾക്ക് നിർവഹിക്കേണ്ടത്. വ്യക്തിഗത ഗുണഭോക്താക്കളെ സൂക്ഷ്മതയോടും സുതാര്യതയോടും തിരഞ്ഞെടുപ്പ് അർഹരെ കണ്ടെത്തി അവർക്ക് യഥാസമയം ആനുകൂല്യങ്ങൾ നൽകുക എന്നതാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. അപേക്ഷിച്ച മുഴുവൻ പേർക്കും ആനുകൂല്യം നൽകാൻ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന പദ്ധതികൾ കൊണ്ട് കഴിയില്ല എന്നതിനാൽ തന്നെ പരമാവധി പേർ ചുരുങ്ങിയ സമയത്തിനകത്ത് കൃത്യമായി തന്നെ ആനുകൂല്യം നൽകാൻ പഞ്ചായത്ത് ആഗ്രഹിക്കുകയാണ്. അതിന് പഞ്ചായത്ത് പതിനാറംഗ ഭരണസമിതി മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ജനകീയമായ സഹായവും കർമ്മസമിതി അംഗങ്ങളുടെ കൂട്ടായ സഹായവും ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. 17-18 വാർഷിക പദ്ധതി ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഡിസംബർ 31-നകം തന്നെ 80% സംഖ്യ വിനിയോഗിക്കാനാണ് ഞങ്ങൾ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. 19-ാം തീയതി ചേർന്ന പഞ്ചായത്തിലെ ശില്പശാല പദ്ധതി നിർവഹണവും മോണിറ്ററിങ്ങും ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നടന്ന ശില്പശാലയിൽ ഒരു വാർഷിക കലണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട്. ആ വാർഷിക കലണ്ടറുമായി ബന്ധപ്പെട്ട് പദ്ധതി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ ഈ വർഷം ഡിസംബർ മാസം 31-നകം തന്നെ 80% ഫണ്ട് വിനിയോഗിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ചില പദ്ധതികൾ ഓണത്തിനോടനുബന്ധിച്ച് തന്നെ സംയുക്തമായിക്കൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന സൈക്കിൾ, ഫർണിച്ചർ, പ്രൊഫഷണൽ ബിരുദാനന്തര വിദ്യാർത്ഥികളുടെ ലാപ്ടോപ്പ് തുടങ്ങിയവ ഓണത്തിനോടനുബന്ധിച്ച് നൽകാനുള്ള നടപടികളുമായിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. എവരുടെയും സഹായ സഹകരണങ്ങൾ ഈ കർമ്മസമിതിയിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിന് പഴഞ്ഞി, കുന്നംകുളം, കടവലൂർ മേഖലകളിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് വീടുകൾ തകർന്നു. പഴഞ്ഞിയിലുണ്ടായ ശക്തമായ കാറ്റിൽ അടയ്ക്ക മാർക്കറ്റിന് മുൻവശത്തെ പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടത്തിന് മുകളിൽ മേഞ്ഞ ഷീറ്റ് പറന്നുപോയി. വെട്ടുകല്ലുകൊണ്ട് നിർമ്മിച്ച പഴയ കെട്ടിടത്തിന്റെ ഓടുകൾ മാറ്റി കഴിഞ്ഞ വർഷമാണ് ഷീറ്റ് മേഞ്ഞത്.
ഷീറ്റ് സമീപത്തെ ഓടിട്ട കെട്ടിടത്തിന് മുകളിലാണ് കിടക്കുന്നത്. ജ്വല്ലറി, വളവിൽപ്പനക്കട, തുണിക്കട എന്നീ വ്യാപാര സ്ഥാപനങ്ങളാണ് ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. പഴഞ്ഞി കരിയാമ്പ്ര മേക്കാട്ടുകുളം ജോർജിന്റെ ഓടിട്ട വീടിന് മുകളിലേക്ക് പ്ലാവ് ഒടിഞ്ഞു വീണു. വീടിന്റെ ഷീറ്റും ഓടുകളും തകർന്നു. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. രാവിലെ 8-നായിരുന്നു അപകടം. കുന്നംകുളത്ത് വേങ്ങമരം കടപുഴകി വീണ് ചെറുകുന്ന് നെപ്പൻ റോഡിൽ പാലിയത്ത് പ്രവീണിന്റെ ഓടിട്ട വീടിന്റെ മുൻഭാഗം തകർന്നു. വീടിനോട് ചേർന്ന് നിർത്തിയിട്ടിരുന്ന അയൽവാസിയായ അയിനിപ്പുള്ളി ശിവന്റെ ഗുഡ്സ് ഓട്ടോറിക്ഷ മരം വീണ് പൂർണ്ണമായും തകർന്നു. അയൽവാസിയുടെ വീട്ടുപറമ്പിലെ മരമാണ് രാത്രി കടപുഴകി പൂർണ്ണമായും വീണത്. കടവലൂർ പഞ്ചായത്തിലെ വടക്കുമുറി 2-ാം വാർഡിൽ താമസിക്കുന്ന കല്ലായിപ്പറമ്പിൽ അമ്മിണിയുടെ ഓടിട്ട വീടിന് മുകളിലേക്ക് തേക്കും വേങ്ങയും കടപുഴകി വീണു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് അപകടം. ഇന്ന് അമ്മിണിയുടെ പേരക്കുട്ടിയുടെ ചോറൂണ് സദ്യയായിരുന്നു. ചടങ്ങിനോടനുബന്ധിച്ച് ബന്ധുക്കളും വീട്ടിലെത്തിയിരുന്നു. ഉച്ചയോടെ ആഞ്ഞു വീശിയ കാറ്റിലാണ് 2 മരങ്ങളും ഓടിട്ട വീടിന് മുകളിലേക്ക് വീണത്. ഓടും മരക്കഷ്ടങ്ങളും വീണ് ബന്ധുവായ സൗമ്യയുടെ തലയ്ക്ക് പരിക്കേറ്റു. മരങ്ങളുടെ വീഴ്ചയിൽ വീടിന്റെ ഭിത്തി ഭാഗികമായി തകർന്നു. കഴുക്കോലുകളും പട്ടികകളും പൂർണ്ണമായും തകർന്നുപോയി. കടവലൂരിൽ മരങ്ങൾ വീണ് തകർന്ന അമ്മിണിയുടെ വീട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി UP ശോഭന, വാർഡ് മെമ്പർ രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സന്ദർശിച്ചു. 10 വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 78-കാരൻ അറസ്റ്റിൽ. ഗുരുവായൂരിൽ 10 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ 78-കാരനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ നെന്മിനിയിൽ താമസിക്കുന്ന തൈവളപ്പിൽ ശ്രീനിവാസനെയാണ് ഗുരുവായൂർ ടെമ്പിൾ CI സുനിൽദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. സൈക്കിൾ നാശമായതിനെ തുടർന്ന് റിപ്പയർ ചെയ്യുന്നതിനായി പോയിരുന്ന പെൺകുട്ടിയെ കർണങ്കോട്ട് ബസാറിൽ മില്ല് നടത്തുന്ന പ്രതി വിശേഷം ചോദിക്കാനെന്ന വ്യാജേന കടയിലേക്ക് കയറ്റി കുട്ടിയെ ശാരീരികമായി പീഡിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്നും ഓടി വീട്ടിലെത്തിയ കുട്ടി അമ്മയോട് വിവരങ്ങൾ പറയുകയും അമ്മ സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു. അറസ്റ്റിലായ പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. തുടർന്ന് തൃശൂർ സെക്ഷൻ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതി മുൻപും സമാനമായ രീതിയിൽ പെൺകുട്ടികളെ ശാരീരിക പീഡനങ്ങൾക്ക് ശ്രമിച്ചതിന് കേസെടുത്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. SI സുരേന്ദ്രൻ, മുല്ലശ്ശേരി സീനിയർ CPO പ്രാംജിത്ത്, CPO C ഗോകുൽ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കുന്നംകുളത്തെ ലൈബ്രറികൾ നവീകരിക്കണമെന്ന ആശയവുമായി സുപ്രസിദ്ധ സിനിമാ താരം VK ശ്രീരാമൻ. അച്ചുകൂടത്തിന്റെ നാടായ കുന്നംകുളത്തെ നഗരസഭ ഏകലവ്യൻ സ്മാരക ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം നവീകരിച്ച് റഫറൻസ് ലൈബ്രറി ആക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നഗരസഭയുടെ സ്വന്തമായുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഇരുനില കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയുടെ സ്ഥിതി പരമദയനീയമാണെന്ന് എഴുത്തുകാരനും സിനി ആർട്ടിസ്റ്റുമായ VK ശ്രീരാമൻ കുറ്റപ്പെടുത്തി. വലിയ സാംസ്കാരിക കച്ചവട പാരമ്പര്യം ഉള്ളവരെന്ന് അവകാശപ്പെടുന്ന കുന്നംകുളത്തുകാർക്ക് സ്വന്തം ലൈബ്രറി നവീകരിച്ച് ആധുനിക റഫറൻസ് ലൈബ്രറിയാക്കുവാൻ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല. ഒരു ലൈബ്രറിയെ എത്ര കണ്ട് പിറകോട്ട് വലിച്ച് അതപ്പതിപ്പിക്കാമെന്നതിന് ഉദാഹരണമാണ് ഏകലവ്യൻ ലൈബ്രറി എന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയായ പുസ്തക വിതരണം ലൈബ്രറിയിൽ നടക്കുന്നില്ല. ലൈബ്രറിയെ വിജ്ഞാനപ്രദമാക്കാനാണ് ഭരണാധികാരികൾ ശ്രമിക്കേണ്ടത്. അടച്ചു പൂട്ടിയിടേണ്ട ഒന്നല്ല ലൈബ്രറിയുടെ റീഡിംഗ് മുറി. ജനകീയ ഇടപെടലിലൂടെ മാത്രമേ കുന്നംകുളം ലൈബ്രറിയെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനുവേണ്ടി സമരരംഗത്ത് ഇറങ്ങാനും തയ്യാറാണെന്ന് VK ശ്രീരാമൻ പറഞ്ഞു. ലൈബ്രറി കൗൺസിൽ അംഗങ്ങളും കുന്നംകുളം ലൈബ്രറിയെ അവഗണിക്കുകയാണ്. കുന്നംകുളം ഒഴികെയുള്ള മറ്റ് പഞ്ചായത്തുകളിലെ വായനശാലകളെ നവീകരിക്കാൻ ഓടി നടക്കുന്ന ലൈബ്രറി കൗൺസിൽ നേതാക്കളായ ബാബു M പാലിശ്ശേരിയും TK വാസുവും PS ഷാനുവും സ്വന്തം തട്ടകമായ കുന്നംകുളം ലൈബ്രറി നവീകരിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുന്നംകുളം ലൈബ്രറിയുടെ നവീകരണത്തിന് നഗരസഭ മുൻകൈ എടുക്കണമെന്ന് ലൈബ്രറി കൗൺസിൽ ഭാരവാഹിയായ PS ഷാനു പറഞ്ഞു. ലൈബ്രറിയെ നിയമിക്കുന്നതും ഓണറേറിയം നൽകുന്നതും നഗരസഭയാണ്. പുസ്തകങ്ങൾ വാങ്ങാനുള്ള ഫണ്ട് മാത്രമാണ് ലൈബ്രറി കൗൺസിൽ നൽകുന്നതെന്ന് ഷാനു വ്യക്തമാക്കി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാട്ടണാമ്പാൽ മേഖലാ സമ്മേളനം പഴഞ്ഞി പാലക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാട്ടകാമ്പാൽ പഞ്ചായത്ത് കൺവെൻഷൻ രാവിലെ 10 മണിക്ക് പഴഞ്ഞി പാലക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ശ്രീ EV ദശരഥൻ ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 27-ന് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് നടത്തുന്ന മാർച്ചിന്റെ ഭാഗമായാണ് യൂണിറ്റ് തല കൺവെൻഷനുകൾ ചേരുന്നത്. 2017-ലെ പുതിയ അംഗങ്ങൾക്ക് സ്വീകരണം, മെമ്പർഷിപ്പ് പ്രവർത്തനം, പ്രക്ഷോഭ പരിപാടികൾ വിജയിപ്പിക്കുക എന്നതും സമ്മേളനത്തിന്റെ ലക്ഷ്യമായിരുന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ PK വിശ്വംഭരൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് ട്രഷറർ ശ്രീ PK അയ്യപ്പ് എന്നീ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. PV ചാക്കോച്ചൻ മാസ്റ്റർ, KG ജോൺസൺ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
മൂലേപ്പാ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പാ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പാ ടെക്സ്റ്റൈൽസ്, വൺവേ ജംഗ്ഷൻ, പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446 145776, 9446 145778. വാർത്തകൾ തുടരുന്നു. കുന്നംകുളത്ത് ശനിയാഴ്ച ആഗ്നേയം എന്ന പേരിൽ കവിതാ ശില്പശാല. ഐക്യ കേരളത്തിന് 60 കഴിയുന്ന ഈ കാലത്ത് പ്രക്ഷുബ്ധമായിരുന്ന 70കളിലെ കവിതകളെ മുൻനിർത്തി ജൂലൈ 22 ശനിയാഴ്ച കുന്നംകുളത്ത് ആഗ്നേയം കവിതാ ശില്പശാല സംഘടിപ്പിക്കുന്നു. കേരളത്തിന്റെ ക്ഷോഭിക്കുന്ന യൗവനത്തിന്റെ പ്രതീകമായിരുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ 60 തികയുന്ന ഈ അവസരത്തിൽ ചുള്ളിക്കാടിന്റെ കവിതകളെ കുറിച്ച് കവിതാ വിവരണവും ആസ്വാദന പ്രഭാഷണങ്ങളും സംവാദവുമാണ് കവിതയുടെ അഗ്നിസ്ഥാനമായ 60 വർഷങ്ങൾ എന്ന ആഗ്നേയം കവിതാ ശില്പശാലയിലൂടെ വരച്ചു കാട്ടാൻ ശ്രമിക്കുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ VK ശ്രീരാമൻ, VC ഗീവർഗീസ് എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും വിശ്വാസ നഷ്ടങ്ങളുടെ വലിയ കപ്പൽ ഛേദങ്ങളെയും അഭിമുഖീകരിച്ച യുവത്വത്തിന്റെ മാപ്പുസാക്ഷ്യങ്ങളായിരുന്നു 70കളിലെ കവിത. കടമ്മനിട്ടയും അയ്യപ്പ പണിക്കരും KG ശങ്കരപ്പിള്ളയും ബാലചന്ദ്രൻ ചുള്ളിക്കാടുമെല്ലാം അക്കാലത്ത് കവിതയെ അച്ചടിത്താളുകളിൽ നിന്ന് തെരുവോരങ്ങളിലേക്ക് പിടിച്ചടക്കിയതായി VK ശ്രീരാമൻ സൂചിപ്പിച്ചു. നഷ്ടപ്പെട്ട കവിത വായനയെ പുതുതലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ഏകദിന കവിതാ ശില്പശാല ലക്ഷ്യമിടുന്നതെന്ന് ശ്രീരാമൻ വ്യക്തമാക്കി. കുന്നംകുളം റീഡേഴ്സ് ഫോറവും കേരള സാഹിത്യ അക്കാദമിയുമായി സഹകരിച്ച് കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് രാവിലെ 9 മുതൽ രാത്രി 9 വരെ ശില്പശാല സംഘടിപ്പിക്കുന്നത്. സച്ചിദാനന്ദൻ, KG ശങ്കരപ്പിള്ള, സാറ ജോസഫ്, വൈശാഖൻ, KP മോഹനൻ, ജോയ് മാത്യു, VG തമ്പി, ആലങ്കോട് ലീലാകൃഷ്ണൻ, സുനിൽ P ഇളയിടം തുടങ്ങിയവർ പങ്കെടുക്കും. ചുള്ളിക്കാടിന്റെ കവിതകൾ പീസപ്പള്ളി രാജീവ് രംഗാവതരണം നടത്തും. ഡോക്യുമെന്ററി പ്രദർശനവും ഉണ്ടായിരിക്കും. ഡോക്ടർ K ശങ്കരനുണ്ണി, PS ഷാനു എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. പണ്ഡിതനായിട്ടുള്ള രാഘവാചാര്യ ഭാഷ കൊണ്ടത് ഒരു ദീർഘപ്രഭാഷണവും അതിൻ്റെ ഭാഷയോട് ചോദിക്കാനുള്ള ഒരു അവസരം വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടത്തിയത്. വനിതാ മജിസ്ട്രേറ്റിനെ അപമാനിച്ച ബസും ഡ്രൈവറും കസ്റ്റഡിയിൽ. സ്വകാര്യ ബസിന്റെ അമിത വേഗത ചോദ്യം ചെയ്ത വനിതാ മജിസ്ട്രേറ്റിനെ അപമാനിച്ച ബസ് ഡ്രൈവറെയും ബസും കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നീട് പിഴ ചുമത്തി വിട്ടയച്ചു.
കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സരിത രവീന്ദ്രന്റെ പരാതിയിലാണ് തൃശൂർ കുട്ടിലോടുന്ന ദുർഗ ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഡ്രൈവർക്ക് പിഴ ചുമത്തിയത്. കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞ് കോടതി ആവശ്യത്തിന് തൃശൂരിൽ പോയി കുന്നംകുളത്തേക്ക് തിരിച്ചു വരുമ്പോഴായിരുന്നു സംഭവം. ഡ്രൈവറുടെ ഭാഗത്ത് ഇരുന്നിരുന്ന വനിതാ മജിസ്ട്രേറ്റ് ബസിന്റെ അമിത വേഗത കുറയ്ക്കണമെന്ന് ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. എന്നാൽ മജിസ്ട്രേറ്റ് ആണെന്ന് അറിയാതെ വേഗത കുറഞ്ഞ ബസ്സിൽ പോയിക്കൊള്ളൂവെന്ന് ഡ്രൈവർ കളിയാക്കി അപമാനിച്ചു. വേഗത കുറയ്ക്കാൻ ഡ്രൈവർ തയ്യാറാകാത്തതിനെ തുടർന്ന് ബസ്സിലിരുന്ന് മജിസ്ട്രേറ്റ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പരാതിപ്പെട്ടു. കുന്നംകുളത്തെത്തിയ ബസ് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമിത വേഗത കുറ്റം ചുമത്തി 500 രൂപ പിഴ അടച്ച ശേഷം ബസ് വിട്ടയച്ചു. വിപണി അടയ്ക്കാം പഴയത് 4000 രൂപ മുതൽ 4627 രൂപ വരെ, പുതിയത് 4000 രൂപ മുതൽ 4580 രൂപ വരെ, രണ്ടാം തരം 2500 രൂപ മുതൽ 3500 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാനുള്ള കർമ്മസമിതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പഴഞ്ഞി, കുന്നംകുളം, കടവല്ലൂർ മേഖലകളിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് വീടുകൾ തകർന്നു. 10 വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 78കാരൻ അറസ്റ്റിൽ. കുന്നംകുളത്തെ ലൈബ്രറികൾ നവീകരിക്കണമെന്ന ആശയവുമായി സുപ്രസിദ്ധ സിനിമാ താരം VK ശ്രീരാമൻ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാട്ടണാമ്പാൽ മേഖലാ സമ്മേളനം പഴഞ്ഞി പാലക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. കുന്നംകുളത്ത് ശനിയാഴ്ച ആഗ്നേയം എന്ന പേരിൽ കവിതാ ശില്പശാല. വനിതാ മജിസ്ട്രേറ്റിനെ അപമാനിച്ച ബസും ഡ്രൈവറും കസ്റ്റഡിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.